ഇന്ന് പാലിയേറ്റീവ് ദിനമാണ്. പാലിയേറ്റീവ് ദിനത്തിൽ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടൊരു ഗ്രാമപഞ്ചായത്ത് കിടപ്പ് രോഗികളെ സഹായിക്കാൻ ഒരു കൂട്ടായ്മ വേണമെന്നും അത് പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്ത് ആദ്യമായിട്ട് ഇത് എങ്ങനെ നടത്തും എന്നൊക്കെ ഇങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട മോഹന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ഭാസ്കരൻ ഇവർ അന്ന് ഗവൺമെന്റ് മുമ്പിലെ പഞ്ചായത്തിന് മുമ്പിൽ ചിത്രമില്ല ഇത് എങ്ങനെ നടക്കും എന്ന് ചിലവെങ്കിലും അറിയില്ല. അങ്ങനെ 18 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആ ആശയം ഇല്ലായിരുന്നപ്പോൾ എന്നാൽ ഈ കിടപ്പ് രോഗികളെ ആൾക്കാരെ സഹായിക്കുക എന്നുള്ള ആ ആശയം മുൻകൂട്ടി എടുത്തുകൊണ്ട് പിന്മാറാതെ CK ഒരു ആർജവത്തോടു കൂടി എടുത്ത് അതിന് അന്നോട്ടുള്ള നേഴ്സുണ്ട് ആദ്യം പ്രതിഫലമൊന്നുമില്ല അതിനുശേഷമാണ് സംസ്ഥാന ഗവൺമെന്റ് ഇതിനുവേണ്ടി ബഡ്ജറ്റിലൊക്കെ പ്രത്യേക ഫണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പൊ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പാലിയേറ്റീവ് പ്രവർത്തനത്തിനും ഫണ്ടുമുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അത് മുഖമേറ്റ് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം കേരളത്തിൽ ഇവരെ CK ആണ് തുടങ്ങി വെച്ചത്. അങ്ങോട്ടുള്ള ഇദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളത് ഈ ദിവസം ആദരിക്കുക എന്നുള്ളത് പലവട്ടം ആദരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പുതിയ തലമുറയുടെ ഇങ്ങനെ ഒരു മുഖമേറ്റ് ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എന്നാലും ഇവിടെ വെച്ചെന്ന് പറയും ഇവിടെ സത്യം പറയും ഇങ്ങനെ കുഞ്ഞുങ്ങളാണ് അതും ആലപ്പുഴ ജില്ലയിൽ തന്നെ ശ്രദ്ധമാകുന്ന സ്കൂൾ ഇവരെയൊക്കെ ആദരിക്കുന്നത് ഇവിടെ ഈ മണ്ണിൽ വെച്ച് ഇദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഈ മകനുമായി ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന അച്ഛൻ, സിസ്റ്റർ, വേശാൻ ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ചടങ്ങിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു വലിയ കാര്യമാണ്. കാരണം ഈ കിടപ്പ് രോഗികളെ ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ സിസ്റ്റം ഇല്ലായിരുന്നു. ഇവിടെ മിക്കവാറും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരും നോക്കാനില്ല. അതിന് നോക്കാനുണ്ടെങ്കിൽ വീട്ടുകാരും അങ്ങനെ നോക്കുന്ന വളരെ ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒട്ടുമില്ല. ഇപ്പൊ അച്ഛന് സുഖമില്ല കിടന്ന അച്ഛൻ അവിടെ കിടക്കും, മക്കൾ വരും നോക്കത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ബേബിയെ പോലെ ഇത്രയും സിൻസിയറായിട്ട് ഒരാള് മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പല പ്രാവശ്യം ബേബി ആദരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് എന്തായാലും ആദരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് എവിടെ വെച്ച് വേണം എന്ന് ചിന്തിച്ചപ്പോൾ ഷാജിയുടെ ഒരു തീരുമാനമാണ് നമുക്ക് ഇങ്ങനെ ആകാം, ഇവിടെ വെച്ചാകാം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഈ ബേബിക്ക് ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് ഇങ്ങനെ ഇതിനപ്പുറം ഇപ്പൊ ചെയ്യുന്നതിന് അങ്ങനെയാണ് അവാർഡ് കിട്ടുന്നത്. അങ്ങനെയാണ് ഒരു അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ അതുവരെ ചെയ്തു വന്നതിനും അപ്പുറം ചിന്തിക്കണം. അപ്പോൾ ബേബിയെ നമ്മൾ ആദരിക്കുമ്പോൾ ഇതിനപ്പുറം ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കണം. അപ്പോൾ അതിന് സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മനസ്സ് നിറഞ്ഞാണ് നിൽക്കുന്നത്. കാരണം നമ്മളെല്ലാം ആരോഗ്യമുള്ളപ്പോൾ നമ്മളെല്ലാം രാജാക്കന്മാരാണ്. കിടന്നു കഴിയുമ്പോൾ നമ്മുടെ നിസ്സഹായാവസ്ഥ, മനുഷ്യൻ്റെ ഇല്ലായ്മ നമ്മൾ മനസ്സിലാക്കും. ശരിക്കും ആ സമയത്താണ് നമ്മുടെ അടുത്തേക്ക് വരുന്ന വ്യക്തി ദൈവത്തിൻ്റെ മാലാഖ. വിശുദ്ധ ചാവറയച്ചൻ പറയുന്നുണ്ട്, ഒരു ദിവസമെങ്കിലും ഒരു നന്മയെങ്കിലും ചെയ്യാത്ത ദിവസം നിങ്ങളുടെ ആയുസ്സിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. എനിക്കൊന്ന് ദൈവം അത് ആഗ്രഹിക്കുന്നത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ. ഞാൻ ശ്രീമതി ബേബിയുടെ ഒരു ആർട്ടിക്കിൾ നമ്മുടെ ദേശാഭിമാനി പത്രത്തിൽ ഞാനിപ്പോൾ വായിച്ചു. വളരെ ഹാർട്ട് ടച്ചിങ്. തുടക്ക കാലഘട്ടത്തിൽ പോയി ശുശ്രൂഷിക്കുക അതത്ര എളുപ്പമല്ല. കളിയാക്കൾ കാണുമായിരിക്കാം, വീടുകളിൽ ചെല്ലുമ്പോൾ അവരെങ്ങനെ അത് സ്വീകരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒത്തിരി വെല്ലുവിളികളുണ്ട്. അപ്പോൾ ആ വെല്ലുവിളികളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു തുടക്കത്തിലൊരു സ്റ്റെപ്പ് എടുത്തു എന്നതാണ് ഏറ്റവും ഭംഗിയായത്. അതിനിയും തുടരട്ടെ, ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഈ പുണ്യസ്ഥലം എന്നാണ് ഇതിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ മക്കളുടെ മുന്നിൽ ഇത് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹം. എനിക്കൊന്ന് ശ്രീമതി ബേബിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്ഥലമായി. അതാണെങ്കിൽ ഈ സ്ഥലം തിരഞ്ഞെടുത്തതിന് എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങൾ ഓരോ
പ്രവർത്തനം എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഈ അവസരത്തിൽ സിസ്റ്റേഴ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഞങ്ങളുടെ എല്ലാവിധ ദൈവവും അനുഗ്രഹിക്കട്ടെ. അവരുടെ അച്ഛൻ സിസ്റ്റർ അതുപോലെ നാദിക്കുന്ന സിസ്റ്റർ 2006 ഞാനത് മുമ്പേയുള്ള സമയത്താണ് ഈ സാന്ത്വന പദ്ധതി ഔദ്യോഗികമാണ്. നമുക്കറിയാം ഈ പഞ്ചായത്തിൻ്റെ പദ്ധതികൾ ഉൾപ്പെടുത്തി കേരളത്തിൽ ആദ്യമായിട്ട് സാന്ത്വന പദ്ധതി പഞ്ചായത്തിൻ്റെ പദ്ധതി. അപ്പം അതിന് മുന്നോടിയായിട്ടുള്ള സൈറോപാടമാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കണമെന്നുള്ള രീതിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട സ്പീക്കറുടെ ആവശ്യപ്പെടുകയും അങ്ങനെ അതിൻ്റെ തുടക്കം നമ്മൾ 5 പൈസ പോലും കൊടുക്കാം, പഞ്ചായത്തിൽ 1 രൂപ കൊടുക്കാതെ ഏതാണ്ട് 1 വർഷം അല്ല 1 വർഷത്തോളം നമ്മൾ ഈ വീട് വീടാന്തരം കയറിയിറങ്ങി ഈ കിടപ്പ് രോഗികളെ കണ്ടെത്തി അതിൻ്റെ സർവേ നടത്തി അങ്ങനെ ഏറ്റവും നീഡിയായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയാണ് 2006 പിന്നെ 18 വർഷത്തോളം. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ രംഗം എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് നമ്മൾ 100 രൂപ കൊടുത്തിട്ട് ചെയ്യുന്നൊരു കാര്യമല്ല പാലിയേറ്റീവ് കെയർ. കാരണം ഇതൊരു മനസ്സ് വേണം. കാരണം പഴുത്ത് വ്രണങ്ങളോട് കൂടി അല്ലെങ്കിൽ നമുക്കറിയാം സാധാരണ ഒരു മുറിവുണ്ടായി അല്ലെങ്കിൽ പഴുത്ത് കഴിഞ്ഞാൽ മണം കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അത് സ്മെല്ലുകൊണ്ട് നമുക്ക് അടുക്കാൻ പറ്റും. അങ്ങനെ വളരെ വികൃതമായൊരവസ്ഥ. ഞാനൊക്കെ പല ദിവസങ്ങളിൽ നമ്മളിങ്ങനെ കുട്ടിക്കൊക്കെ എന്ത് അറിവ് അല്ലെങ്കിൽ ചില ഇങ്ങനെ വന്നിട്ട് മുഖത്തൊക്കെ തെറിച്ച് വീഴുന്നൊരവസ്ഥ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു പാലിയേറ്റീവ് കെയർ പ്രോഗ്രാം. അതുപോലെ തന്നെ ഈ നമുക്കറിയാം ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് നമ്മൾ ആശുപത്രിയിൽ നിന്ന് ഈ പ്രവർത്തനത്തിൽ വന്ന ഒരു സിസ്റ്റമാണ്. 2007 നമ്മൾ മുമ്പേ തുടങ്ങിയെങ്കിലും 2008, 2009 മുനിസിപ്പാലിറ്റിയിലേക്ക് തുടങ്ങി വരും. കേരളത്തിൽ ആദ്യമായി ഒരു പഞ്ചായത്തിൽ തുടങ്ങിയപ്പോൾ ആദ്യമായി പ്രവർത്തനത്തിലുണ്ടായിരുന്ന സിസ്റ്റം അതിനു മുമ്പ് 1 വർഷത്തിന് മുമ്പ് വളരെ സൗജന്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു 10,000 രൂപയാണ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ 1 വർഷത്തോളം 5 പൈസ വാങ്ങാതെ കൂട്ടിയ സിസ്റ്റം. അതുകൊണ്ട് ഇന്നത്തെ ഈ പാലിയേറ്റീവ് ഡേയിൽ ഈ 10,000 രൂപയുടെ തീരുമാനം എടുത്തത് എന്തായാലും വളരെ സന്തോഷം. ോടനുബന്ധിച്ച് ആദരിക്കപ്പെടുവാനായിട്ട് നമ്മുടെ ബി സ്കൂൾ തന്നെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. മരണത്തോട് മരടിച്ച് കിടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ അവരെ സമാധാനത്തോടെ മരിക്കുവാനും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും ചേർത്ത് പിടിക്കുവാനും ഒക്കെ ഔദാര്യ മനസ്സോടെ സന്നദ്ധത കാണിച്ച ബി സ്കൂളിലെ കുടുംബത്തിന് ഓരോരുത്തരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഈ സ്കൂളിൽ വെച്ച് ഒരു ആദരവ് തുടങ്ങി 1 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും അപ്പം ഞങ്ങളോട് വരാം. വലിയ കുട്ടികളൊക്കെ ഇവിടെ. അപ്പം ഞങ്ങളങ്ങനെ അവരെ കാണാനൊക്കെ വന്നിട്ട് കോവിഡ് വന്നിട്ടുണ്ട്.